ഭിന്നശേഷിക്കാരനായ പന്മന വില്ലേജ് ഓഫീസർക്ക് വധഭീഷണി. പന്മന പോരൂക്കര സ്വദേശി ഷംലാദാണ് വില്ലേജ് ഓഫീസർക്ക് നേരെ വധഭീഷണി മുഴക്കിയത്. സംഭവത്തിൽ ചവറ SHOയ്ക്ക് പരാതി നൽകിയെങ്കിലും നടപടികളുണ്ടായില്ല. കഴിഞ്ഞ 5-നാണ് ഭിന്നശേഷിക്കാരനായ പൂർണ്ണമായും വീൽചെയറിൽ കഴിയുന്ന വില്ലേജ് ഓഫീസർക്ക് നേരെ വധഭീഷണി ഉയർന്നത്. പന്മന വില്ലേജ് ഓഫീസർക്ക് നേരെയാണ് വധഭീഷണി ഉണ്ടായത്. പന്മന പോരൂക്കര സ്വദേശിയായ ഹോട്ടൽ ഉടമ ഷംലാദാണ് വധഭീഷണി മുഴക്കിയത്. മികച്ച ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ വില്ലേജ് ഓഫീസറാണ് പന്മനയിലേത്. ഷംലാദിന്റെ മകൻ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയിരുന്നു. അന്വേഷണത്തിൽ ആദായ നികുതി നൽകുന്നത് സംബന്ധിച്ച നോട്ടീസ് ഹാജരാക്കാൻ വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടു. ഹോട്ടലിന്റെ മുതലാളിയുടെ മകൻ ഒരു നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. അപ്പം ഇത് ആദ്യം വന്ന് എൻ്റെ അടുത്ത് ഒന്ന് അന്വേഷിച്ചിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്. ഞാൻ ഇന്ന കാര്യങ്ങൾ വേണം. അപ്പോൾ കഴിഞ്ഞ ഇതിനു വേണ്ടി അച്ഛൻ ബിസിനസ്സുകാരനായതുകൊണ്ട് കഴിഞ്ഞ 3 വർഷത്തെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനൊപ്പം സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞ സംഭവം ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല. അപ്പോൾ അതായത് എനിക്ക് ഉറപ്പായിട്ട് എന്തോ കേസ് നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പയ്യനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നതാണെങ്കിൽ സത്യവാങ്മൂലം എഴുതി വെക്കാൻ പറഞ്ഞു. ഒരു അവിടെ വിട്ട് എഴുതി വെക്ക്, ഇതുപോലെ ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല, വരുമാനം ഇന്നാണ് എന്നൊക്കെ പറഞ്ഞ് വെക്കാൻ. ഇനി പുള്ളിക്കാരൻ അപേക്ഷ അയച്ചതിനെ വെച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിനകത്ത് പ്രതിമാസം 30,000 രൂപ വെച്ച് 3,60,000 രൂപ മാത്രമേ വരുമാനമുള്ളൂ എന്നാണ് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പയ്യനെ വിളിച്ച് പറഞ്ഞത് ഇത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇദ്ദേഹത്തിന് ഹോട്ടലുണ്ട്, ഹോട്ടലിൽ നിന്നുള്ള വരുമാനമുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ അടുക്കള ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ കോഴി കച്ചവടവും പിന്നെ അതുപോലെ കോഴി ഫാമും പിന്നെ ഈ കൊല്ലം ജില്ലയിലെ കോഴി വേസ്റ്റ് എടുത്ത് അത് ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു ലൈസൻസ് എടുത്ത് അദ്ദേഹം പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് വരുമാനങ്ങൾ പുള്ളി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പറ്റത്തില്ല. വീണ്ടും ഞാൻ 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ തന്നെ സബ്മിറ്റ് ചെയ്യണമെന്നും പറഞ്ഞു ഞാൻ തിരിച്ചു വിട്ടു. വീണ്ടും പയ്യൻ പിറ്റേന്ന് ഞാൻ കളക്ടറേറ്റ് മീറ്റിങ്ങിന് വന്നിട്ടിരിക്കുന്ന സമയത്ത് ഈ പയ്യൻ വീണ്ടും വന്നു. ഞാനിതുപോലെ കാര്യം പറഞ്ഞു. അപ്പോൾ പയ്യൻ അന്നേരം പറഞ്ഞു ഇതുപോലെ പറയുന്ന കണക്ക് ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല, അപ്പം ഇതുപോലെ കേസ് നടക്കുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ എന്തെങ്കിലും നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ അവിടെ നിന്ന്? അങ്ങനെയാണെങ്കിൽ നോട്ടീസ് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് പയ്യൻ പോവുകയും ചെയ്തു. ഞാൻ മീറ്റിങ്ങിന് പോയി. ഞാൻ മീറ്റിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വിളിക്കുന്നു, ഇതുപോലെ ഇങ്ങനെ മോൻ്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത കേസും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ തിരക്കിലാണ്, പിന്നീട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഇത് കേട്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വീണ്ടും ഇദ്ദേഹം ഇങ്ങനെ പലതവണ വിളിച്ചുകൊണ്ടിരുന്നു. ഇതേ തുടർന്നാണ് ഷംനാദ് വധഭീഷണി മുഴക്കിയത്. പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയും എന്നതുൾപ്പെടെ വധഭീഷണി മുഴക്കിയതായാണ് പരാതി. ഇതു സംബന്ധിച്ച് ചവറ SHOയ്ക്ക് പരാതി നൽകിയെങ്കിലും നടപടികൾ സ്വീകരിച്ചില്ലെന്ന ആക്ഷേപവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.